ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ അഭിമാനമുയർത്തി കുഷ ദീർഘദൂര മിസൈലിന്റെ ആദ്യ പരീക്ഷണം വൻ വിജയം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കുന്ന നിർണായക മുന്നേറ്റമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO വികസിപ്പിച്ച കുഷ ദീർഘദൂര ഉപരിതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത്. അതിവേഗത്തിലും ഉയർന്ന ഉയരത്തിലുമുള്ള വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച സംവിധാനമാണിത്. പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഉയർന്ന വേഗത്തിലും ഉയർന്ന ഉയരത്തിലുമുള്ള വ്യോമാക്രമണത്തെ അനുകരിച്ച ഇലക്ട്രോണിക് ലക്ഷ്യത്തിനെതിരെയാണ് കുഷ പരീക്ഷിച്ചത്. ലക്ഷ്യം കൃത്യമായി തകർത്ത മിസൈൽ എല്ലാ സാങ്കേതിക മാനദണ്ഡങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിക്കുന്നു. കുഷ എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അത്യാധുനിക ദീർഘദൂര ഉപരിതല വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ശത്രുരാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, വിവിധ തരത്തിലുള്ള ആളില്ലാ വ്യോമവാഹനങ്ങൾ, ദീർഘദൂര വ്യോമ ഭീഷണികൾ എന്നിവയെ കണ്ടെത്തി തകർക്കാൻ ഇതിനാകും. മിസൈൽ മാത്രമല്ല, അതിനോടനുബന്ധിച്ച റഡാർ സംവിധാനം, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചതാണ്. DRDOയുടെ വിവിധ ലബോറട്ടറികളും ഇന്ത്യൻ പ്രതിരോധ വ്യവസായ പങ്കാളികളും ചേർന്നാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സമാന ശേഷിയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനമായാണ് കുഷയെ വിലയിരുത്തപ്പെടുന്നത്. ദീർഘദൂരത്തിൽ തന്നെ ശത്രു ആക്രമണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ വ്യോമ സുരക്ഷയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്തരം ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ലോകത്ത് ആകമാനം വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കുഷ വിജയകരമാകുന്നതോടെ ആ എലൈറ്റ് നിരയിലേക്ക് ഇന്ത്യയും കടന്നുകയറുകയാണ്. കുഷയുടെ പരീക്ഷണം വിജയകരമായതിനെ തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്നും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷിയിൽ വൻ കുതിപ്പ് സമ്മാനിക്കുന്ന നേട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയുമെന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കുഷ. ആഭ്യന്തര സാങ്കേതിക വിദ്യയും ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തവും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സംവിധാനം ഭാവിയിൽ പ്രതിരോധ കയറ്റുമതിക്കും വലിയ സാധ്യതകൾ തുറക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കുഷയുടെ പരീക്ഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പ്രതിരോധ സെക്രട്ടറിയും DRDO ചെയർമാനുമായ രാജേഷ് കുമാർ സിംഗ് നേരിട്ട് നിരീക്ഷിക്കുകയുണ്ടായി. വിജയകരമായ പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുഷയുടെ വിജയം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നതിലുപരി അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യയിൽ രാജ്യം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ മറ്റൊരു ശക്തമായ പ്രഖ്യാപനമായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.